രഥോത്സവം മാറ്റിവെക്കാതെ വോട്ടെടുപ്പ് മാറ്റിവെച്ചത് കൊണ്ട് അത് ഏതായാലും ആ തെരഞ്ഞെടുപ്പിന് ഗുണകരമാവുകയുള്ളൂ. തീർച്ചയായിട്ടും അതല്ലോ, അതായത് കൂടുതൽ വർക്ക് ചെയ്യാൻ സമയം കിട്ടും. തീർച്ചയായിട്ടും മാത്രമല്ല, ആ തെരഞ്ഞെടുപ്പ് അവിടെ നിന്നും ഈ ഒരു ദിവസത്തു നിന്നും മാറ്റി കിട്ടാൻ വേണ്ടി ശ്രമിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നിമിഷമാണ്. കാരണം ഒരു വലിയ ജനകീയോത്സവം, ദേശീയോത്സവം, അതിനുവേണ്ടി തെരഞ്ഞെടുപ്പ് വഴിമാറിക്കൊടുക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് ആ തരത്തിലേക്ക് മാറ്റിവെക്കാൻ വേണ്ട സമ്മർദ്ദവും പ്രേരണയും നൽകാൻ ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞു എന്നുള്ള അഭിമാനകരമായ ഒരു നിമിഷമാണ്. പേര് വലിക്കാൻ ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും സ്ഥാനാർത്ഥികളും ഒക്കെ ഉണ്ട്. അതും കൂടി NDA കാണുന്നുണ്ടാവുന്നുള്ളൂ. അല്ല, എല്ലാവരും വന്നത് അങ്ങനെയാണല്ലോ. എല്ലാവരും വരട്ടെ. ഇതൊരു സീസണലാകാൻ പാടില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാ വർഷവും വരുന്നതാണ്. ഞാനായിരുന്നു ഒരിക്കലും ഇതുപോലെ ഇതിന്റെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സീസണലാണ് എന്നൊരു തോന്നൽ കൂടെ ഉണ്ട്. പലരും അവര് ഒരിക്കലെങ്കിലും പങ്കെടുത്താൽ വീണ്ടും വീണ്ടും അവർക്ക് പങ്കെടുക്കാം. അങ്ങനെ ഈ ധാരയിലേക്ക് വരട്ടെ. ഇത് ദേശീയ മുഖ്യധാരയാണ്. ആ ദേശീയ മുഖ്യധാരയിലേക്ക് വരാൻ സാധിക്കുമെന്ന് പറയുന്നത് വലിയ കാര്യമല്ല. ഈ കൽപ്പാത്തിയിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെ ഒരു സാന്നിധ്യം ഉണ്ടല്ലോ, അത് BJPക്ക് തരുന്ന ഒരു പ്രതീക്ഷ എന്താണ്? അല്ല, ഇതാണ് നമ്മുടെ സാംസ്കാരികമായ, ധാർമ്മികമായ, നമ്മുടെ ആധ്യാത്മികമായ ഉയർത്തെഴുന്നേൽപ്പും പരിവർത്തനത്തിനും ഭാഗവാക്കാകാൻ ഇന്നല്ലെങ്കിൽ നാളെ ജനസമൂഹം തയ്യാറാകും. ഇതുപോലുള്ള ദേശീയ ഉത്സവങ്ങൾ തീർച്ചയായിട്ടും ജനപങ്കാളിത്തത്തോടുകൂടി വരും കാലങ്ങളിൽ നടക്കും. അതുതന്നെയാണ് മോഡി സ്പിരിച്വൽ എക്കണോമി എന്ന് പറയുന്ന കാര്യം. അതാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ധാരാളം ഉത്സവങ്ങൾ ധാരാളമുണ്ട്. അത് ജനപങ്കാളിത്തത്തോടുകൂടി നടക്കണം. അപ്പോഴാണ് നാട് ഉണരുന്നതും ഉയരുന്നതും വളരുന്നതും. നാഷണൽ ഇന്റഗ്രേഷൻ